ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് 3 അൽഗോരിതംസ് ആണുള്ളത്. ഒന്ന് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ AES അൽഗോരിതം, ദെൻ ഐഡിയ അൽഗോരിതം, പിന്നെ ഒന്നുകൂടി ഉണ്ട് ദാറ്റ് ഈസ് സ്ട്രീം സിഫറിൻ്റെ RC4 എന്ന് പറഞ്ഞ അൽഗോരിതം. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ DES പഠിക്കുന്നുണ്ട്. DES ഒരു സിമെട്രിക് ബ്ലോക്ക് സിഫർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് AES അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ AES ഈസ് എ സിമെട്രിക് ബ്ലോക്ക് സിഫർ. അപ്പോൾ DESും സിമെട്രിക് ബ്ലോക്ക് സിഫർ തന്നെയായിരുന്നു. സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം സെറ്റ് ഓഫ് കീസ് ആർ യൂസ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. അതുപോലെ തന്നെ ബ്ലോക്ക് സിഫർ എന്ന് പറയുമ്പം ഈ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെ നമുക്കൊരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ ബ്ലോക്ക് വൈസ് ആയിരിക്കും അത് എൻക്രിപ്റ്റ് ചെയ്യുക. ഒരു ബ്ലോക്കിനെ എൻക്രിപ്റ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഫർ ബ്ലോക്ക് ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് എടുത്തു, നെക്സ്റ്റ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഓർഡറിലേക്കും പ്രോസസ്സിങ് നടക്കാം. അപ്പോൾ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് AES ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇപ്പോൾ DESൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 64 ബിറ്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മളുടെ ബ്ലോക്ക് സൈസ് അതിൻ്റെ നേരെ ഇരട്ടിയാവും, ദാറ്റ് ഈസ് 128 ബിറ്റ്സ്. ഈ 128 ബിറ്റിനെ നമുക്ക് 16 ബൈറ്റ് എന്നും പറയാം. ദാറ്റ് ഈസ് 16 × 8 ആണ് ഈ 128 എന്ന് പറയുന്നത്. ദെൻ കീ സൈസ് ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ 128 ആവാം, അല്ലെങ്കിൽ 192 ആവാം, അല്ലെങ്കിൽ 256 ബിറ്റ്സ് ആവാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈറ്റ്സിൽ പറഞ്ഞേക്കുന്നതാണ് 16 ബൈറ്റ്സ്, 24 ബൈറ്റ്സ്, അല്ലെങ്കിൽ 32 ബൈറ്റ്സ്. അപ്പോൾ ഈ കീ സൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് AESന് 3 വേർഷൻസും ഉണ്ട്. AES 128 ഉണ്ട്, AES 192 ഉണ്ട്, AES 256 ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കീയുടെ സൈസ് എന്താണോ അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് 2 കമ്പോണൻസ്, ഒന്ന് ബ്ലോക്ക് സൈസും ഒന്ന് കീ സൈസും. രണ്ടും നമ്മൾ റെഫർ ചെയ്യുന്നത്, നമ്മൾ വർക്കിംഗ് പഠിക്കുന്നതും വേർഷൻ എന്ന് പറഞ്ഞാൽ 128ൻ്റെ വേർഷനാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഓർക്കാൻ എളുപ്പമുണ്ട്, ബ്ലോക്ക് സൈസും കീ സൈസും 128 ബിറ്റ്സ് തന്നെ. അതായത് രണ്ടും 128 ബിറ്റ് അല്ലെങ്കിൽ 16 ബൈറ്റ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്ന AES വേർഷനിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫീസ്റ്റൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ DES പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അവിടെ അത് ഉപയോഗിച്ചിരുന്നത് ഫീസ്റ്റൽ സിഫർ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു DES ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ഹാഫ് ആൻഡ് റൈറ്റ് ഹാഫ് ആക്കി സ്പ്ലിറ്റാക്കി, എന്നിട്ട് ഒരു റൈറ്റും ലെഫ്റ്റും എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഒക്കെ കഴിയുമ്പോൾ ലെഫ്റ്റ് ഫംഗ്ഷൻ വഴി പ്രോസസ്സ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ഇവിടെ വരുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഫീസ്റ്റൽ സ്ട്രക്ചർ. നമ്മുടെ എൻക്രിപ്ഷൻ അല്ല ഡീക്രിപ്ഷൻ രണ്ടിനുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് 128 ബിറ്റിൻ്റെ ബ്ലോക്ക് ആയിരിക്കും. 128 ബിറ്റിനെ ഞാൻ പറഞ്ഞു നമുക്ക് 16 ബൈറ്റ്സ് എന്ന് നമുക്ക് അതിനെ പറയാം. ആൻഡ് ദിസ് ബ്ലോക്ക് ഇസ് റെപ്രസെൻറ്റഡ് ആസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ബൈറ്റ്സ്. അപ്പോൾ ഇതാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടുന്ന 128 ബിറ്റ്. ഈ 128 ബിറ്റിന് ഞാൻ പറഞ്ഞു 16 ബൈറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബൈറ്റ്സിനെ നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 4x4 മെട്രിക്സ്. 4x4 ആകുമ്പോൾ എത്രയാവും? 16 ബൈറ്റ് ആവും. ഈ ബൈറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓർഡർ കോളം ഓർഡറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആണല്ലോ. ഫസ്റ്റ് ബൈറ്റ്, സെക്കൻഡ് ബൈറ്റ്, തേർഡ് ബൈറ്റ്, ഫോർത്ത് ബൈറ്റ്, 5th 6th 7th 8th അങ്ങനെ 16th ബൈറ്റ് വരെ. അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് അല്ലെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ 16 ബൈറ്റാണ് ഈ കാണിച്ചേക്കുന്ന IN0 മുതൽ IN15 വരെയുള്ള വാല്യൂസ്. അപ്പോൾ ഓരോന്നും ഓരോ ബൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി എത്ര വരും? 16 വരും. സോ 16 ബൈറ്റ്സ് അല്ലെങ്കിൽ 128 ബിറ്റ്സിൻ്റെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റാണ് ഈ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ദിസ് ബ്ലോക്ക് ഈസ് കോപ്പീഡ് ഇൻ ടു ദ സ്റ്റേറ്റ് അറേ വിച്ച് ഈസ് മോഡിഫൈഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് എൻക്രിപ്ഷൻ ഓർ ഡീക്രിപ്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഇൻപുട്ടിലുള്ള ഈ ഇൻപുട്ട് മെട്രിക്സിനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് കോപ്പി ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് S00 മുതൽ S33 വരെയുള്ള റെപ്രസെൻറ്റേഷനുള്ള ഒരു സ്റ്റേറ്റ് മെട്രിക്സ്. ഇനി നമ്മളുടെ അൽഗോരിതം പ്രോസസ്സ് ചെയ്യുന്നത് മുഴുവൻ ഈ ഒരു സ്റ്റേറ്റ് മെട്രിക്സിലായിരിക്കും. ഓരോ സ്റ്റെപ്പിലും ഈ സ്റ്റേറ്റിൽ നിന്ന് ഇൻപുട്ട് എടുക്കുക, ആ സ്റ്റേറ്റ് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും ഓരോ ട്രാൻസ്ഫോർമേഷൻസും നടക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ ഉള്ള സ്റ്റേറ്റ് മെട്രിക്സിലെ വാല്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പ്രോസസ്സിങ് കഴിയുമ്പോൾ ഫൈനൽ സ്റ്റെപ്പിലെത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് അത് നമ്മൾ ഔട്ട്പുട്ട് മെട്രിക്സിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഔട്ട് 0 മുതൽ ഔട്ട് 15 വരെ ഈ ഒരു സ്ക്വയർ മെട്രിക്സിൽ കാണുന്ന വാല്യൂസ് ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. So after the final stage, the state is copied to the output matrix. ഇനി നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് നമുക്കിവിടെ കീ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കീയെയും നമ്മൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് ബൈറ്റ്സ് മെട്രിക്സുകളെ ഓർഡറിങ് 4x4 സ്ക്വയർ മെട്രിക്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പഠിക്കുന്ന വേർഷൻ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റും കീയും രണ്ടും 128 ബിറ്റ് വീതമുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ 2 കേസിൽ നമുക്ക് 4x4 മെട്രിക്സ് ആയിട്ട് നമുക്ക് കീനെയും പ്ലെയിൻ ടെക്സ്റ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4x4 എന്ന് പറയുമ്പോൾ അതിനകത്ത് 16 ബൈറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഇനീഷ്യൽ കീ എന്ന് പറയുന്നത് 16 ബൈറ്റാണുള്ളത്. ഈ 16 ബൈറ്റ് മാത്രം പോരാ നമ്മളുടെ AESൻ്റെ എൻ്റയർ പ്രോസസ്സിങ് നടക്കണമെന്നുണ്ടെങ്കിൽ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കീനെ എക്സ്പാൻഡ് ചെയ്യും. ഈ 16 ബൈറ്റ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 44 വേർഡ്സ് ആക്കി നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് എക്സ്പാൻഡഡ് ഇൻ ടു ആൻ അറേ ഓഫ് കീ ഷെഡ്യൂൾ വേർഡ്സ്. അപ്പോൾ ഈ കീ ഷെഡ്യൂൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ളത് 44 വേർഡ്സാണ്. ഈ ഓരോ വേർഡും 4 ബൈറ്റ് വീതമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് 16 ബൈറ്റാണ്. അപ്പോൾ 16 ബൈറ്റിൻ്റെ കൂടെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കീ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എത്ര വേണം? 16 ബൈറ്റ് വീതം ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കേണ്ടി വരും.
അപ്പോൾ ഒരു വേർഡ് 4 ബൈറ്റാണ്. അപ്പോൾ 4 വേർഡ് എടുക്കുമ്പോൾ എന്താകും 4 × 4 ആകുമ്പോൾ 16 ബൈറ്റ്സ് ആവും. 44 വേർഡ് ജനറേറ്റ് ചെയ്യും. അതിൽ 4 വേർഡ്സ് വീതം നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യും. അപ്പോൾ 4 വീതം എടുക്കുമ്പോൾ 16 ബൈറ്റ് കിട്ടും. സോ ഈച്ച് വേർഡ് 4 ബൈറ്റ് ആണ്. അപ്പോൾ 4 വേർഡ്സ് എടുക്കുമ്പോൾ 4 × 4 16 ബൈറ്റ്സ് കിട്ടും. അപ്പോൾ ഈ 44 നിന്ന് 4 വീതം എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ റൗണ്ടിലും കീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 എടുത്ത് നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് നമ്മൾ എക്സോർ ചെയ്യുന്നു, റൗണ്ട് കീ ആഡ് ചെയ്യുന്ന എക്സോർ ചെയ്യുന്നു, പിന്നെ ബാക്കി അതിൻ്റെ പ്രോസസ്സിങ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ കീയുടെ എക്സ്പാൻഷനാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ ഒറിജിനൽ കീ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ബൈറ്റ്സ്. K0 മുതൽ K15 വരെ 16 ബൈറ്റിലെ 128 ബിറ്റാണ് ഈ കാണുന്നത്. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എന്താക്കി മാറ്റി W0, W1, W2 എക്സെട്ര അപ് ടു W43 വരെ. W0 to W43 എന്ന് പറയുമ്പോൾ 44 വേർഡ്സ് ആക്കി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി ഇതിൽ ഓരോ വേർഡും 4 ബൈറ്റാണ്. നമ്മളിതിനകത്ത് ബൈറ്റ്സിൻ്റെ ഓർഡറിങ് കോളം ബേസ് അത് കണ്ടല്ലോ. K0, K1, K2, K3 ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈച്ച് വേർഡ് ഈസ് 4 ബൈറ്റ്സ്. അപ്പോൾ 4 വേർഡ്സ് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും. ദെൻ ഹൗ AES വർക്ക്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. ഇനി കീ സൈസിന് നമ്മൾ പറഞ്ഞു 3 ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി 128, 192 ഓർ 256. നമ്മൾ AES എൻക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിച്ച് ഈ 2 ഇൻപുട്ട്സ് നമ്മൾ അതിന് പാസ് ചെയ്യുന്നു. റിസൾട്ടായിട്ട് നമുക്ക് 128 ബിറ്റ് സിഫർ ടെക്സ്റ്റും കിട്ടുന്നു എൻക്രിപ്ഷൻ്റെ റിസൾട്ടായിട്ട്. നമ്മൾ കുറച്ചും കൂടി പ്രോസസ്സിങ്ങിൽ ഡീറ്റെയിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഇൻപുട്ട് 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. അതിന് ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഇത് ശരിക്കും ഒരു എക്സോർ മാത്രമേ അതിനുള്ളിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളുടെ കീ 128 ആവാം, 122 ആവാം, 256 ആവാം. ഈ ടേബിൾ കണ്ടല്ലോ, 3 കീ സൈസിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന റൗണ്ട്സിൻ്റെ കൗണ്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന 128 ബിറ്റ് കീ സൈസ് ആണെങ്കിൽ 10 റൗണ്ട്സ് ആയിരിക്കും പ്രോസസ്സിങ്ങിൽ ഉണ്ടാവും. അതുപോലെ 192 ആണ് കീ സൈസ് എങ്കിൽ 12 റൗണ്ട്സ് ഉണ്ടാവും. 256 ആണെങ്കിൽ 14 റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ കീന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അൽഗോരിതം ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 44 വേർഡ്സാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റ് 4 വേർഡ്സ് ആയിരിക്കും ഈ ഒരു സ്റ്റെപ്പിൽ എടുക്കുക. അപ്പം ഫസ്റ്റ് 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ 128 ബിറ്റ്സ് കിട്ടും. ആ 128ഉം നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിലുള്ള 128 എടുത്ത് നമ്മളിവിടെ ശരിക്കും ചെയ്യുന്നത് ഒരു എക്സോറാണ്. അപ്പോൾ എക്സോറിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സോറിൻ്റെ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണുന്നതാണ് നമ്മുടെ റൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൗണ്ട് 1 മുതൽ NR വരെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ റൗണ്ട്സും ഐഡൻറ്റിക്കൽ അല്ല ഉണ്ടാവും. ലാസ്റ്റ് റൗണ്ട് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 10 റൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. 10 റൗണ്ട്സിൽ 1 മുതൽ 9 വരെയുള്ള റൗണ്ട്സ് ഐഡൻറ്റിക്കലായിരിക്കും. ലാസ്റ്റ് റൗണ്ട് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഓരോ റൗണ്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ റൗണ്ട് കീസിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു കീ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 44 വേർഡ്സ് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ 4 എണ്ണം വരുന്നത് ഫസ്റ്റ് 4 ഇവിടെ എടുത്തു, നെക്സ്റ്റ് 4 അടുത്ത റൗണ്ടിലെടുത്തു, നെക്സ്റ്റ് 4 അടുത്ത റൗണ്ടിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ 44 എണ്ണം നമ്മൾ ലാസ്റ്റ് റൗണ്ട് ആകുമ്പോൾ അല്ലെങ്കിൽ 10th റൗണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് ഹൗ AES വർക്ക്സ്. ഇപ്പോൾ AESൽ മെയിനായിട്ട് 2 കമ്പോണൻസ് ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ റൗണ്ട്സിനുള്ളിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കീ ജനറേഷൻ. അപ്പോൾ കീ എക്സ്പാൻഡ് ചെയ്ത് 44 വേർഡ്സ് ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇനിഷ്യൽ റൗണ്ട്, മെയിൻ റൗണ്ട് ആൻഡ് ഫൈനൽ റൗണ്ട്. ഇനിഷ്യൽ റൗണ്ട് എന്ന് പറഞ്ഞതാണ് ഈ കാണിച്ചിരിക്കുന്നത് പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് സിംപ്ലി ആൻ എക്സോർ വിത്ത് ദ റൗണ്ട് കീ 0. എന്നുവെച്ചാൽ ഫസ്റ്റ് റൗണ്ട് കീ എടുക്കുക, അതിനെ പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് എക്സോർ ചെയ്യുക. ഇനി നെക്സ്റ്റ് കാണുന്നത് മെയിൻ റൗണ്ട്. മെയിൻ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്ര അപ് ടു റൗണ്ട് N-1 വരെയുള്ള റൗണ്ട്സിനെയാണ് നമ്മൾ മെയിൻ റൗണ്ട് എന്ന് പറയുന്നത്. ഈ മെയിൻ റൗണ്ടിൽ 4 ട്രാൻസ്ഫോർമേഷൻസ് ആയിരിക്കും ഉണ്ടാകുക. ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളംസ് ആൻഡ് ആഡ് റൗണ്ട് കീ. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇതാണ് മെയിൻ റൗണ്ട് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ലാസ്റ്റ് കാണുന്നതാണ് ഫൈനൽ റൗണ്ട്. അതാണ് ഈ റൗണ്ട് ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 4 ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 3 ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ. ഈ മിക്സ് കോളം എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നമ്മളിവിടെ ലാസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യുന്നില്ല. ബാക്കി 3 ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് അതിന് ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇതിപ്പം ഒരു പർട്ടിക്കുലർ കീ സൈസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആർക്കിടെക്ചർ അല്ല. ഇപ്പോൾ കീ M ബൈറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊരു ക്യാൻ ബി 128 ആവാം, 192, അത് ഏത് 3 ഓപ്ഷൻസും പോസിബിളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, അതായത് 128 ബിറ്റിന് 16 ബൈറ്റ് അതാണ് ഈ കാണിച്ചേക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ സ്റ്റേറ്റ് മെട്രിക്സിലേക്ക് കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. 4/4 അല്ലെങ്കിൽ 16 ബൈറ്റ്സ് നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇനീഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഇനീഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ്സ് ആൻ എക്സോർ വിത്ത് ദ റൗണ്ട് കീ 0. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്. റൗണ്ട് 0യിൽ ഉപയോഗിക്കുന്ന കീ അതുപയോഗിച്ച് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ എക്സോർ ചെയ്യുക. ഇനി ഈ റൗണ്ട് 1 കീ, റൗണ്ട് 0 കീ, റൗണ്ട് N-1 ഈ കീസ് എല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒറിജിനൽ കീയെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു സ്ക്വയർ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ആ എക്സ്പാൻഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ റൗണ്ട് കീസ് എല്ലാം. അപ്പോൾ ഒരു റൗണ്ടിൽ നമ്മൾ 4 ബൈറ്റ് വീതം ഉപയോഗിച്ചായിരിക്കും പ്രോസസ്സ് റൗണ്ട് കീ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു XOR നമ്മളതിൽ ചെയ്തു. നെക്സ്റ്റ് എന്ത് കിട്ടി? ഈ സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെട്രിക്സിലെ വാല്യൂ ഇവിടെ അപ്ഡേറ്റഡ് ആയി. ദാറ്റ് ഈ സ്റ്റേറ്റ് ആഫ്റ്റർ ദി ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ റൗണ്ട്സിലേക്ക് പോവാണ്. റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്രാ അപ് ടു റൗണ്ട് n-1. നോക്കി, ഈ 1 മുതൽ n-1 വരെയുള്ള റൗണ്ട്സ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അപ്പോൾ അതിലെല്ലാം 4 ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ റൗണ്ട് കഴിഞ്ഞും ഈ സ്റ്റേറ്റ് മെട്രിക്സിനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നു. ഈ ലാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി? n-1 കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് റൗണ്ട് nth റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 3 ട്രാൻസ്ഫോർമേഷൻസേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മെയിൻ റൗണ്ട്സിലെല്ലാം 4 ട്രാൻസ്ഫോർമേഷനും ലാസ്റ്റ് റൗണ്ടിൽ മാത്രം 3 ട്രാൻസ്ഫോർമേഷൻസിനായിരിക്കും വരിക. അപ്പോൾ റൗണ്ട് n-ൽ 3 ട്രാൻസ്ഫോർമേഷൻ, അത് കഴിഞ്ഞ് കിട്ടുന്ന സ്റ്റേറ്റിലെ വാല്യൂ എന്താണോ, സ്റ്റേറ്റ് മെട്രിക്സിലെ വാല്യൂ എന്താണോ അതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓരോ റൗണ്ടിലും നിങ്ങൾക്ക് കാണാം കറസ്പോണ്ടിങ് ആയിട്ട് റൗണ്ട് കീസ് യൂസ് ചെയ്ത് പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കീനെ എക്സ്പാൻഡ് ചെയ്യുന്നു, 44 വേർഡ്സ് ആക്കി മാറ്റുന്നു. ഇനി അതിൽ 4 വേർഡ്സ് വീതം നമ്മൾ ഓരോ റൗണ്ടിലും യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മളുടെ മെസ്സേജ് ബ്ലോക്ക് അല്ലെ പ്ലെയിൻ ടെക്സ്റ്റ് 128 ബിറ്റ്. ഇനി അത് നമ്മൾ ആദ്യം സ്റ്റേറ്റ് മെട്രിക്സിലേക്ക് കോപ്പി ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? XOR ചെയ്യാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. 4 സ്റ്റെപ്സ് ഉള്ളതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആഡ് റൗണ്ട് കീ. അപ്പോൾ ആഡ് റൗണ്ട് കീ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു XOR ആണ്. XOR ചെയ്യുന്നത് എന്തുമായിട്ടാണ്? നമ്മളുടെ ഫസ്റ്റ് കീ അല്ലെങ്കിൽ K0 ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. K0 ഉപയോഗിച്ചാണ് നമ്മൾ XOR ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കീ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 44 വേർഡ്സ് ആക്കിയതിൽ ആ 4 വേർഡ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ സ്റ്റേറ്റുമായിട്ട് XOR ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ മെയിൻ റൗണ്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് എന്താണ്? ആ ഫസ്റ്റ് റൗണ്ട് കീ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള XOR ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മളുടെ മെയിൻ റൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മെയിൻ റൗണ്ട് നമുക്ക് 9 റൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 128 വേർഷൻ ആണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നമുക്ക് 10 റൗണ്ട്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ അതിൽ 9 റൗണ്ട്സ് മെയിനും ലാസ്റ്റ് റൗണ്ട് സംതിങ് സ്പെഷ്യലും. അപ്പോൾ ഈ 9 റൗണ്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 9 ലൂപ്സ് എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി 9 റൗണ്ട്സിൽ നമുക്ക് 4 ട്രാൻസ്ഫോർമേഷൻസ് ചെയ്താണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്സ്, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളംസ് ആൻഡ് ആഡ് റൗണ്ട് കീ. അപ്പോൾ ഈ ഓരോ ട്രാൻസ്ഫോർമേഷനും ഈ സ്റ്റേറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് റൗണ്ടിൽ കിട്ടുന്ന സ്റ്റേറ്റ് എന്താണോ അതെടുത്ത് എന്ത് ഉപയോഗിക്കുക? അടുത്ത റൗണ്ട് കീ ഏതാണോ അത് ഉപയോഗിച്ച് XOR ചെയ്യുക. അപ്പോൾ ഇത് 9 റൗണ്ടിനും ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ റൗണ്ട്സ്. 9 റൗണ്ടും കഴിയുമ്പോൾ നമ്മളുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തി. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആഫ്റ്റർ ദ മെയിൻ റൗണ്ട്സ്. 9 റൗണ്ടും കഴിഞ്ഞ് സ്റ്റേറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇനി അതിന് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ലാസ്റ്റ് റൗണ്ട്, അതായത് 3 ട്രാൻസ്ഫോർമേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ, ഷിഫ്റ്റ് റോസ് ആൻഡ് ആഡ് റൗണ്ട് കീ മാത്രം. ഇത് നേരത്തെ പറഞ്ഞ ഈ മിക്സ് കോളം ഓപ്പറേഷൻ നമ്മളെ ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് റൗണ്ട് കീ എന്ന് പറയുമ്പോൾ നമ്മളെ ലാസ്റ്റ് റൗണ്ട് കീ ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് കീ എടുക്കുക, നമ്മൾ ഇവിടെ സ്റ്റേറ്റിലുണ്ടായിരുന്ന വാല്യൂ എടുക്കുക, XOR ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ സിഫർ ടെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റൗണ്ട് കീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 റൗണ്ടിലേക്കും 10 റൗണ്ട് കീസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ റൗണ്ടിൽ ഉപയോഗിച്ചു, അതാണ് സിഫർ കീ 0. പിന്നെ നെക്സ്റ്റ് ബാക്കി 1 മുതൽ 9 വരെ ഉള്ളത് മെയിൻ റൗണ്ട്സിൽ ഉപയോഗിച്ചു. ദെൻ ലാസ്റ്റ് 10th വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ 10 റൗണ്ട് കീസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞത് കുറച്ചും കൂടി എലാബറേറ്റ് ആക്കി എൻക്രിപ്ഷൻ പ്ലസ് ഡീക്രിപ്ഷൻ ഇൻകോപ്പറേറ്റ് ചെയ്തുള്ളൊരു ഡയഗ്രമാണ്. നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് 16 ബൈറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് നമ്മളുടെ കീയും 16 ബൈറ്റ്സ് തന്നെ, അതായത് നമ്മൾ 128 വേർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റും കീയും 128 ബിറ്റാണ്, റൗണ്ട്സിൻ്റെ എണ്ണം 10 ആണ്. അപ്പോൾ ഈ കീയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എത്ര വേർഡ്സ് ആക്കുമെന്നാണ് പറഞ്ഞത്? 44 വേർഡ്സ്. അതാണ് W0 മുതൽ W43 വരെ 44 വേർഡ്സ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഈ കാണിച്ചേക്കുന്നത് ആഡ് റൗണ്ട് കീ. റൗണ്ടിലോട്ട് കയറിയില്ല, അതിന് മുമ്പുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റൗണ്ട് കീ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 16 ബൈറ്റിൻ്റെ കൂടെ ഒരു 16 ബൈറ്റ് കീ നമ്മൾ ആഡ് ചെയ്യണം. ഈ 16 ബൈറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ W023 നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 44 വേർഡ്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിൽ ഓരോ വേർഡും 4 ബൈറ്റാണ്. അപ്പോൾ നമുക്കിവിടെ 16 ബൈറ്റ് കിട്ടണമെങ്കിൽ 4 വേർഡ്സ് വേണം. അതുകൊണ്ട് W0, W1, W2, W3. അപ്പോൾ ഈ 4 വേർഡ്സാണ് നമ്മളെ ഫസ്റ്റ് 16 ബൈറ്റിലെ ഫസ്റ്റ് റൗണ്ട് കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതും നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ 16 ബൈറ്റും കൂടി നമ്മൾ XOR ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് നമ്മുടെ റൗണ്ട്സിലേക്കാണ്. ഇത് റൗണ്ട് 1, റൗണ്ട് 2 എക്സെട്രാ അപ് ടു റൗണ്ട് 9 വരെ. 9 റൗണ്ട്സും ഐഡൻറ്റിക്കലാണ്. ഇനി ഓരോ റൗണ്ടിലും നമ്മളെന്ത് ഉപയോഗിച്ച് പോകും? നെക്സ്റ്റ് ഓരോ റൗണ്ട് കീസ് 4 വേർഡ്സ് വീതം നമ്മൾ അതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഓരോ റൗണ്ടിലും 4 ട്രാൻസ്ഫോർമേഷൻസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഷിഫ്റ്റ് റോസ്, മിക്സ് കോളംസ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആഡ് റൗണ്ട് കീ. അപ്പോൾ റൗണ്ട് 1 കഴിഞ്ഞു, റൗണ്ട് 2 കഴിഞ്ഞു, എക്സെട്രാ അപ് ടു റൗണ്ട് 9 വരെ ചെയ്തു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കണം? റൗണ്ട് 10ലേക്ക് എത്തും. റൗണ്ട് 10ൽ നമ്മൾ മിക്സ് കോളം എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി 3 സ്റ്റെപ്സ് അല്ലെ ബാക്കി 3 ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അവിടെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് കീയും ആഡ് ചെയ്യും. അതായത് 10th റൗണ്ടിലേക്കുള്ള കീ ആണ് W40 to W43. 40 ഉണ്ടാവും, 41 ഉണ്ടാവും, 42 ഉണ്ടാവും, 43 ഉണ്ടാവും. ആ 4 വേർഡ്സ്, ഓരോ വേർഡും 4 ബൈറ്റ് ആണ്. അതുകൊണ്ട് 4 into 4 ആകുമ്പോൾ 16 ബൈറ്റ്സ് കിട്ടും. അപ്പോൾ ആ 16 ബൈറ്റ്സും ഇവിടെ കിട്ടുന്ന സ്റ്റേറ്റിലുള്ള 16 കൊണ്ട് എടുത്തു എക്സോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സിഫർ ടെക്സ്റ്റ് കിട്ടും. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എൻക്രിപ്ഷൻ്റെ പോർഷനാണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ്റെ ഡയഗ്രാമാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കണം? എൻക്രിപ്ഷൻ പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് തുടങ്ങി ഡീക്രിപ്ഷൻ ആകുമ്പം സിഫർ ടെക്സ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് മുകളിലേക്കാണ് അതിൻ്റെ പ്രോസസ്സിങ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ കീസ് നോക്കി, നമ്മളിവിടെ നേരത്തെ W0 to W3 നിന്ന് തുടങ്ങി മുമ്പോട്ട് W40 to 43 അവസാനിക്കുകയാണ് ചെയ്തത്. ഇനി ഡീക്രിപ്ഷൻ ആകുമ്പോഴത്തേക്ക് കീസ് നമ്മൾ ഉപയോഗിക്കുന്നത് നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഇവിടെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ചത് ഡീക്രിപ്ഷൻ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. ഇത് നേരെ തിരിച്ച് അതേ ഓർഡറിൽ പുറകോട്ടേക്ക് പോകാം. ഇനി റൗണ്ട് കീ എന്ന് പറഞ്ഞ ഫംഗ്ഷന് നമുക്ക് ഡീക്രിപ്ഷൻ സൈഡിലാണെങ്കിൽ നമുക്ക് വേറെ ചേഞ്ച് ഒന്നുമില്ല, അവിടെ അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യണം. ആഡ് റൗണ്ട് കീ ഇവിടെയും എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ സിംപ്ലി എക്സോർ ചെയ്യുക റൗണ്ട് കീ എടുത്തിട്ട്. ഇനി ബാക്കിയുള്ള 3 ഫംഗ്ഷൻസ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോ, മിക്സ് കോളം, അതിന് 3നും കറസ്പോണ്ടിങ് ആയിട്ട് ഡീക്രിപ്ഷൻ സൈഡിൽ ഉപയോഗിക്കാനായിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ, പിന്നെ അതുപോലെ ഇൻവേഴ്സ് മിക്സ് കോളം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോയെ, മിക്സ് കോളം, ഈ 3 ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവും? ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷനാണ്, ആദ്യം ആഡ് റൗണ്ട് കീ ചെയ്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ എന്തായിരുന്നു? റൗണ്ട് 1 to റൗണ്ട് 9 ആയിരുന്നു. ഇവിടെ അതുപോലെ തന്നെ റൗണ്ട് 1 4 സ്റ്റെപ്പ്, റൗണ്ട് 9 വരെ 4 സ്റ്റെപ്പ്, ലാസ്റ്റ് റൗണ്ട് 10 ആകുമ്പം 3 സ്റ്റെപ്സേ ഉണ്ടാവുള്ളൂ. ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആഡ് റൗണ്ട് കീ എവിടെയൊക്കെ ഉണ്ടോ അത് ഡീക്രിപ്ഷൻ ആകുമ്പോഴും അത് തന്നെ. പക്ഷേ ബാക്കിയുള്ള 3 ഓപ്പറേഷൻ്റെ കേസിലും നമ്മളിവിടെ ഉപയോഗിച്ചതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനായിരിക്കും നമ്മൾ ഡീക്രിപ്ഷൻ സൈഡിൽ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ആവും. ഇവിടെ ഷിഫ്റ്റ് റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ ആയിരിക്കും ഡീക്രിപ്ഷൻ സൈഡിൽ ചെയ്യേണ്ടത്. ഇവിടെ മിക്സ് കോളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീക്രിപ്ഷൻ സൈഡിൽ ഇൻവേഴ്സ് മിക്സ് കോളം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അനലോഗ് സൈഡ് പഠിച്ചാൽ മതി. ഒരു സൈഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സൈഡിൽ റൈറ്റ് സൈഡിലെ ഡീക്രിപ്ഷൻ സൈഡ് നമുക്ക് അതിൽ നിന്ന് എഴുതാവുന്നതുള്ളൂ. അപ്പോൾ ദിസ് ഈസ് പ്രോസസ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ദിസ് പ്രോസസ് ഫോർ ഡീക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റിനെ ഫസ്റ്റ് നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ബൈറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. കീയെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്ത് 44 വേർഡ്സ് ആക്കി. ഇതിൽ നിന്ന് 4 വേർഡ്സ് വീതം നമ്മൾ ഓരോ റൗണ്ടിലും എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇനി ഒരു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷനിൽ ആദ്യം റൗണ്ട് ക്യൂ ഒന്ന് എക്സോർ ചെയ്യുന്നു. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ റൗണ്ട്സിലേക്ക് കയറുന്നു. റൗണ്ട്സ് 1 മുതൽ 10 വരെയുണ്ട്. അതിൽ 1 to 9 വരെ 4 ട്രാൻസ്ഫോർമേഷൻസ് ഉള്ള ഐഡൻറ്റിക്കൽ റൗണ്ട്സ് ആയിരിക്കും. റൗണ്ട് 10 എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. അതിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒഴിവാക്കുന്നു. അതായത് മിക്സ് കോളം ട്രാൻസ്ഫോർമേഷൻ ഒഴിവാക്കി 3 ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ ലാസ്റ്റ് റൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ എൻക്രിപ്ഷൻ സൈഡ്. ഇനി ഡിക്രിപ്ഷൻ സൈഡ് ആകുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കീസ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോ, മിക്സ് കോളം ട്രാൻസ്ഫോർമേഷൻസിനെല്ലാം ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനും യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ബാക്കിയെല്ലാം ഐഡൻറ്റിക്കലാണ്. സോ ദിസ് ഈസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് AES അൽഗോരിതം.